ഞാൻ എവിടെയായിരുന്നു? മടുത്തതായിരുന്നോ അതോ മടിയായിരുന്നോ? എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞാൻ അവസാനത്തെ കുറച്ച് വീഡിയോസ് ചീഞ്ഞ് നാറി ഫ്ലോപ്പായി, കോൺഫിഡൻസ് മൊത്തം പോയി. അതാണ് കാരണം. പക്ഷേ ടാക്ടിക്കിങ് മനസ്സിലായി. ആരും ഇൻസൾട്ടൊന്നും ചെയ്യാതെ സിമ്പിളായിട്ടുള്ള സാധനം ചെയ്ത് വീഡിയോ തുടങ്ങിയാൽ മതി. അവിടെ പേഴ്സ് ഇത്രയും ഭംഗിയുള്ള ഒരു പെൺകുട്ടീൻ്റെ എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല. ഇതാണ് കോണാട് ബീച്ച്. ഇവിടെയാണ് ചേച്ചിമാർ ചൂലൊക്കെ ആയിട്ട് വന്ന് ഇവിടെ ഇരിക്കുന്ന കപ്പിൾസിനൊക്കെ ആട്ടിയത്. അപ്പോൾ സംഭവം ഞാൻ ചേച്ചിമാരൊക്കെ നിൽക്കുള്ളൂ. കാരണം എന്നെ പോലെ സിംഗിളായിട്ട് നിൽക്കുന്നവർ ഇവിടെ ഉള്ളപ്പോൾ നമ്മളെ മുന്നിൽ കപ്പിൾസ് ഇങ്ങനെ നിൽക്കുക പറഞ്ഞാൽ വളരെ മോശമാണ്. അതുകൊണ്ട് കപ്പിൾസൊന്നും ഇല്ലല്ലോ അധികം. ഇല്ല. ചൂല് കൊണ്ടുവന്ന വേസ്റ്റായി. പക്ഷെ കപ്പിൾസിന് പാരൊക്കെ വേറൊരു ഐഡിയ ഉണ്ട്. കുപ്പി സൂപ്പർ ഗ്ലൂ അയ്യേ, ഇതുപോലെ തുറക്കാൻ പറ്റാത്ത മനുഷ്യന്റെ ഒപ്പാണ് ഇതാണ് നടക്കണത്. കിട്ടില്ല, ജിമ്മിൽ പോകില്ല. എടാ, നമ്മൾ ലാസ്റ്റ് ചെയ്ത സാധനം മോശമായി പോയെന്ന് തോന്നല്. അതുകൊണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സാധനം ചെയ്യാം. ഒരു പെണ്ണിൻ്റെ ഒപ്പം നടക്കുന്ന ചെക്കൻ്റെ അടുത്ത് പോയിട്ട് ഓനെ ടോപ്പാക്കുക, വിങ്മാൻ ചെയ്യുക. ഓൻ ബുദ്ധിയുള്ളവനാണെങ്കിൽ ഞാൻ പറഞ്ഞതിൻ്റെ ഒപ്പം ഇങ്ങനെ പ്ലേ അലോങ് ചെയ്യും. മനസ്സിലായില്ലേ? വാച്ച് വച്ചാ പ്രാല കണ്ടിട്ട് എൻ്റെ താത്തര കല്യാണത്തിന് എൻ്റെ റേഞ്ച് റോവർ വന്നില്ലേനോ? ഓ തമാശ കളിക്കല്ലേ. പിന്നെ മറ്റേ 10 ലക്ഷം ഞാൻ അടുത്ത മാസം ആകുമ്പോഴത്തേ തിരിച്ചുതരാം. കുഴപ്പമില്ലല്ലോ, പിന്നെ നല്ലപോലെ നോക്കണം കേട്ടോ. പിന്നെ കുഴപ്പമില്ല. പിന്നെ 2015 ആവുന്നുണ്ടല്ലേ എന്നെ കത്തുന്ന ബിൽഡിങ്ങിൽ നിന്ന് രക്ഷിച്ച് 2014. ഓക്കെ, അവനാണ് കേട്ടോ വീഡിയോ. ആടാ 4300 10 പോലും എത്തിയില്ല. 5800 ഹൈ സ്കോർ. അത് പൊട്ടിക്കണം. അയ്യായിരം പ്ലീസ് കമോൺ. 5000. ആടാ അല്ല, അതന്നെ. ഷാദേ എടാ ഇപ്പൊ എന്താ കാണണ്ട് വെച്ചാ ഇവിടെ ഇവന്ന് പൊട്ടാണ് കളിക്കടാ. എടാ ഇവിടെ ബാക്കില് എന്റെ ബാക്കില് മനസ്സിലാവല്ലടാ, മനസ്സിലാവല്ലേ? കുറച്ചെങ്കിലും ഇതാക്കടാ. അയ്യത് എളുപ്പമായി പോലോ.
ജീവിതം എന്തെന്നറിയാതെ ലക്ഷ്യം അത് മുന്നിൽ കാണാതെ നീ കാണും പാഴ്സ്വപ്നങ്ങൾ അത് നിന്നന്തകരാണെന്നോർക്കാതെ താഴ്ന്നു പറക്കാൻ അറിയാതെ നീ സ്വപ്നം കാണാൻ നിൽക്കാതെ ഉയരങ്ങളിലെത്താൻ നിനക്ക് വേണം ചിറകുകളെന്ന് മറക്കാതെ